ദേശീയപാതയിൽ ലെയിൻ ട്രാഫിക് നിയമം എല്ലാവരും പാലിക്കുന്നുണ്ടോ? അപകട സാധ്യത എത്രത്തോളമാണ്? വൈറ്റില മുതൽ കുതിരാൻ വരെ മാതൃഭൂമി ന്യൂസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അശ്രദ്ധയും നിയമലംഘനങ്ങളും. ബോധവൽക്കരണം തുടരുന്നുണ്ട് എന്നും വാഹനപ്പെരുപ്പം പ്രതിസന്ധിയാണ് എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. കേരളത്തിൽ തെക്ക് വടക്ക് 6 വരിപ്പാതകൾ സമ്പൂർണ്ണമായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പാതകളിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നിയമപ്രകാരം നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെയിൻ ട്രാഫിക് സംവിധാനം. 4 വരി 6 വരിപ്പാതകളിൽ വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ, വേഗത കുറഞ്ഞ് സാവധാനം പോകുന്ന വാഹനങ്ങൾ തുടങ്ങിയവ ഇടതുവശത്തുകൂടി പോകണം എന്നതാണ് നിർദ്ദേശം. വേഗം കൂടുതലുള്ള വാഹനങ്ങൾ വലതുവശത്തുകൂടി പോവുകയും വേണം. ഈ ലെയിൻ ട്രാഫിക് സംവിധാനം നിരത്തിൽ കൃത്യമായി പാലിക്കുന്നുണ്ടോ? അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ മാതൃഭൂമി ന്യൂസ് വീണ്ടും ഇതൊന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് ദേശീയപാതയിലൂടെ ഒന്ന് സഞ്ചരിക്കാം, ഒരു ഡ്രൈവ് പോകാം. നമുക്ക് മുന്നിൽ പോകുന്ന ഈ വാഹനം കണ്ടില്ലേ? ഭാരം കയറ്റി പോകുന്ന വാഹനമാണ്, ഭാരവാഹനമാണ്. യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചു പോകേണ്ടതാണ് ഇത്രയും വേഗത കുറഞ്ഞു പോകുമ്പോൾ. പക്ഷേ സെൻട്രൽ ട്രാക്കിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് മറ്റു വാഹനങ്ങൾക്കൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാരവാഹനം അതിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് കയറേണ്ട അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന അടുത്ത വാഹനം എക്സ്ട്രീം റൈറ്റ് ട്രാക്ക് പിടിച്ചാണ് പോകുന്നത്. സെൻട്രൽ ട്രാക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണ്, ലെഫ്റ്റ് ട്രാക്ക് ഉണ്ട്. അതൊന്നും പരിഗണിക്കാതെ എക്സ്ട്രീം റൈറ്റ് ട്രാക്ക് പിടിച്ചു പോകുന്നു. അതായത് നമുക്ക് മുന്നിൽ ഓവർടേക്ക് ചെയ്തിരുന്ന മറ്റൊരു കാർ, ആ കാറ് അവിടെ ബുദ്ധിമുട്ടുകയാണ്, പ്രതിസന്ധിയിലാവുകയാണ്. തുടർന്ന് ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. ലോറിക്ക് പുറകിൽ വരുന്ന മറ്റൊരു കാറിനും ഇതേ പ്രതിസന്ധി തന്നെയാണ് നേരിടേണ്ടി വന്നത്. അവരും അവിടെ ഒന്ന് ബുദ്ധിമുട്ടി, പിന്നെ ലെഫ്റ്റ് ട്രാക്ക് എടുത്തു, ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത്രയധികം ബോർഡുകൾ അടക്കം വച്ചിട്ടും ഇതൊന്നും കാണാത്ത രീതിയിലാണ് ഇത്തരം വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് KSRTC ഓവർടേക്ക് ചെയ്ത് വരുന്നു. അത് റൈറ്റ് ട്രാക്ക് പിടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ നിയമലംഘനങ്ങളാണ്. ലെയിൻ ട്രാഫിക്കിൻ്റെ അപകട സാധ്യത കൂടുതലുള്ള വിഷയങ്ങളാണിത്. യഥാർത്ഥത്തിൽ ഈ ഇരുചക്ര വാഹനങ്ങൾ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് വളരെ വേഗത കുറഞ്ഞ് 30, 40, 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചാണ് പോകേണ്ടത്. ഇതാ കണ്ടോ, വളരെ വേഗത കുറച്ച് പോകുന്ന ഒരു ബൈക്കാണ്. അത് റൈറ്റ് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കുറേ നേരമായി. ഒറ്റ നിമിഷം മതി വലിയ അപകടങ്ങളിലേക്ക് ഈ യാത്രകൾ വഴിമാറാൻ. ഈ കണ്ട ദൃശ്യം കുറച്ച് നാൾ മുൻപ് കൊടകരയിൽ, അതായത് നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ഭാഗത്ത് ഉണ്ടായ അപകടത്തിൻ്റെ ഒരു ദൃശ്യമാണ്. ആ അപകടത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊരു വാഹനം ലെയിൻ ട്രാഫിക് ലംഘിച്ചത് കൊണ്ടുകൂടിയാണ്. ലെയിൻ ട്രാഫിക് നിയമലംഘനങ്ങൾ ക്യാമറയിൽ കണ്ടെത്തി പിഴ ചുമത്തുന്ന രീതി അങ്ങനെയില്ല. മറിച്ച് നേരിട്ടുള്ള പരിശോധനകളിലാണ് പിടിവീഴാറ്. പരിശോധന കുറയുന്നുണ്ടോ? ഇഷ്ടംപോലെ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതിൽ പോയാലും കണ്ടുകഴിഞ്ഞാലും കേസ് കാണുന്ന നിർത്തിയോ അല്ലെങ്കിൽ അവരെ നിർത്തി, ചില കേസുകൾ കേസ് എഴുതാൻ മാത്രം പോയിട്ട് കാര്യമില്ല, അറിയാത്തതുണ്ട്. ചിലപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരെ നിർത്തി പറഞ്ഞ് നോക്കി പോകാനുള്ള ശ്രമം നടത്താറുണ്ട്. പൂർണ്ണമായിട്ട് കുറേ ദൂരം ഇത് സൈഡ് കൊടുക്കാതെ ഒരേ ലൈനിൽ കൂടി പോകുമ്പോഴാണല്ലോ പറയുന്നുള്ളത്. അപ്പോൾ ഒരു ക്യാമറ സ്റ്റിൽ പിക്ചർ വെച്ചിട്ട് നമുക്കത് വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു പരിമിതിയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു സ്കൂൾ തലങ്ങളിലെ മൂലേ പഠിച്ച് വരേണ്ട ഒരു ഭാഗമാണ് എന്നാണ്. ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മ തെറ്റിച്ച് പോവുകയാണെങ്കിൽ അച്ഛൻ അങ്ങനെയല്ല, നമുക്ക് ഓവർടേക്ക് ചെയ്താൽ ഇടത്തേക്ക് പോകണമെന്ന് ആ ലെവലിൽ മൂലേ പഠിപ്പിച്ച് വന്നാൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഇവിടെ ദേശീയപാതയിൽ വലിയ ബോർഡുണ്ട്. ഭാരവാഹനങ്ങളുടെ ചിഹ്നമാണ് കാണിച്ചിരിക്കുന്നത്. ഇടതുവശം ചേർന്ന് പോകണമെന്നാണ് പറയുന്നത്. 1000 രൂപ പിഴയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും കണ്ടമട്ടില്ല. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ 5 ഭാഷകളിലും എഴുതി വച്ചിട്ടുണ്ട് വേഗത കുറഞ്ഞ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് പോകണമെന്ന്. പക്ഷേ ഒരു കാര്യവുമില്ല. ആശങ്കയുണ്ടാക്കുന്നതാണ് നിരത്തിലെ കാഴ്ചകൾ. ലെയിൻ ട്രാഫിക് നിയമലംഘനങ്ങൾ ഏത് വിധേനയും കുറച്ചേ മതിയാകൂ. അതിന് കൂട്ടായ പരിശ്രമങ്ങളും പ്രത്യേക ദൗത്യങ്ങളുമൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ അപകടങ്ങൾ വീണ്ടും തുടർക്കഥയാകും.
ക്യാമറമാൻ നിഖിൽ ജോസഫിനും ഉനൈസിനുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ലൈൻ ട്രാഫിക് എങ്ങനെയാണ് എന്നത് എല്ലാ മനുഷ്യരും പഠിക്കും, അവബോധം എളുപ്പത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ഈ വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം ഒന്ന് മാത്രം ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഇതിലേറെ തിരക്കുള്ള ഇടങ്ങളില്ലേ, അവിടെയും ആൾക്കാർ മാന്യമായി വാഹനം ഓടിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.